Hello students, നമുക്ക് 2.4 the direct computation method നോക്കാം. ഈ മെത്തേഡ് ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. ഈ മെത്തേഡിനകത്ത് കേർണൽ എന്ന് പറയുന്നത് സെപ്പറബിൾ അല്ലെങ്കിൽ ഡീജനറേറ്റ് കേർണൽ ആയിരിക്കണം. ജനറേറ്റ് കേർണൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സെപ്പറബിൾ, അതായത് ഇറ്റ് ഈസ് ഓഫ് ദി ഫോം ജി ഓഫ് എക്സ് എച്ച് ഓഫ് ടി. ജി ഓഫ് എക്സ് ആ തന്നേക്കുന്ന ഫങ്ഷൻ എക്സ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയുള്ളിടത്ത് മാത്രമേ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്ന യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ എ ടു ബി കെ എക്സ് ടി യു ടി ഡി ടി അല്ലേ. അപ്പോൾ ഇവിടെ കെ എക്സ് ടി എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് എച്ച് ഓഫ് ടി എന്ന് എഴുതാം. ആ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഇൻറ്റഗ്രേഷന് വെളിയിൽ എഴുതി. ഇവിടെ കെ ഓഫ് എക്സ് ടിക്ക് പകരം നമുക്ക് ഇൻറ്റഗ്രലിനകത്ത് ജി ഓഫ് എക്സ് എച്ച് ഓഫ് ടി എന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് ഔട്ട്സൈഡ് ദി ഇൻറ്റഗ്രൽ നമുക്ക് എന്ത് എഴുതാം? ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ആ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാർട്ടിനെ എന്തായിട്ട് എടുക്കാം? ആൽഫ എന്ന് പറഞ്ഞ് എടുക്കാം. where write alpha equal to integral a to b h t u of t dt. ഇനി ഇത് ഇക്വേഷൻ 2-നകത്ത് തന്നെ നമ്മൾ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ജി ഓഫ് എക്സ് ആൽഫ. ഇനി നമ്മൾ ആൽഫ ഇവാലുവേറ്റ് ചെയ്യണം. ആൽഫ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ ആൽഫയ്ക്ക് പകരം ആ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് യു ഓഫ് എക്സ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ സെക്കൻഡ് കൈൻഡ് ഫോർമുല നല്ലതായിട്ട് മനസ്സിലാക്കുക. അതിനകത്ത് കേർണൽ എങ്ങനെ ആയിരിക്കണം? സെപ്പറബിൾ ആയിരിക്കണം. സെപ്പറബിൾ ആണെങ്കിൽ എക്സിൻ്റെ ടേം ഇൻറ്റഗ്രേഷന് വെളിയിൽ എഴുതുക. എന്നിട്ട് ഇൻറ്റഗ്രേഷനകത്ത് ടിയുടെ ടേംസ് മാത്രമുള്ളതായിരിക്കണം. അതിനെ ഇൻറ്റഗ്രൽ സൈനിലുള്ള ആ ടേമിനെ നമ്മൾ ആൽഫ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ആ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ. ആൽഫയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്ത് നമ്മൾ യു ഓഫ് എക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോൾവ് യു ഓഫ് എക്സ് ഈക്വൽ ടു 5/6x പ്ലസ് 1/2 ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ടി യു ടി ഡി ടി ബൈ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ മെത്തേഡ്. ഇപ്പോൾ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ മെത്തേഡ് എന്നൊന്നും പറയണമെന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണുമ്പോൾ ഇത് ഫ്രെഡോം ഇക്വേഷൻ ആണ്, നോൺ ഹോമോജീനിയസ് ആണ്. എക്സ് ടി യു ടി ഡി ടി എന്നുണ്ട്. അപ്പോൾ കേർണൽ എന്ന് പറയുന്നത് എക്സ് ടി ആണ്. എക്സ് നമുക്ക് സെപ്പറേറ്റ് എഴുതാം, ഇൻറ്റഗ്രലിന് വെളിയിൽ എഴുതാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം അല്ലേ. ഓർ വി ക്യാൻ റൈറ്റ് the equation as u of x equal to 5/6x plus 1/2 x outside the integral 0 to 1 t u of t dt, where integral 0 to 1 t u of t dt equal to alpha. Alpha equal to integral 0 to 1. Therefore 1 gives u of x equal to 5/6x plus 1/2x. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് ആൽഫ എന്നാണ് അല്ലേ. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി ആൽഫ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 ടി യു ടി ഡി ടി അല്ലേ. അപ്പം നമുക്കിവിടെ യു എക്സ് അറിയാം, ഇക്വേഷൻ 2. അപ്പോൾ ഇക്വേഷൻ 2-ൽ നിന്ന് യു ഓഫ് ടി എടുക്കുക. അത് നമ്മൾ ഈ ആൽഫയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ 3 എന്നും കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തുവാ ചെയ്തേ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 2 ഫോർ ഏതിനെയാ? യു ഓഫ് ടി ഫ്രം ഇക്വേഷൻ 3. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ടി ഇൻറ്റു യു ഓഫ് ടി ഈസ് 5/6t പ്ലസ് 1/2 t ആൽഫ ഡി ടി ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 സിംപ്ലിഫൈ ചെയ്യാം. 5/6t സ്ക്വയർ പ്ലസ് 1/2 t² alpha into dt.
which is equal to integrate ചെയ്യുമ്പോൾ 5/6 t cube by 3 plus 1/2 t cube by 3 alpha 0 to 1, which is equal to 5/18 plus alpha by 6. Alpha equal to 5/18 plus alpha by 6. Alpha terms left hand side equal to 5/18. And simplify 6 minus alpha is 5 alpha by 6 equal to 5/18 or alpha equal to 1/3. Substituting alpha equal to 1/3 in equation 3. We get u of x equal to 5/6 x plus 1/2 x into 1/3 is x by 6. Which is equal to simplify answer is x. U of x equal to x solution ആയി. മനസ്സിലായോ? Next ഒരു problem നോക്കാം. Solve u of x equal to -8x minus 6x square plus integral 0 to 1 20x t square plus 12x square t u of t dt. ഇപ്പോൾ given equation എഴുതി. ഇനി അതിനകത്ത് ഇൻറ്റഗ്രേഷനകത്ത് തന്നെ 2 ടേംസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ 2 ടേംസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രൽ ചെയ്ത് എഴുതാം. അതുപോലെ തന്നെ അവിടെ വെച്ച് വേരിയബിൾ സെപ്പറബിൾ ആണ് എക്സും ടിയും. അപ്പോൾ എക്സിൻ്റെ ടേം ഇൻറ്റഗ്രേഷന് വെളിയിൽ എഴുതിക്കൊണ്ട് പറ്റും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 20x ഇൻറ്റഗ്രൽ 0 to 1 t സ്ക്വയർ യു ടി ഡി ടി പ്ലസ് 12x സ്ക്വയർ ഇൻറ്റഗ്രൽ 0 to 1 t യു ടി ഡി ടി. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ടേമിനകത്ത് 2 ഇൻറ്റഗ്രൽ സിമ്പിളുണ്ട് അല്ലേ? കേർണൽ 1ഉം കേർണൽ 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2 എണ്ണം. അപ്പോൾ 2 എണ്ണം വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരെണ്ണത്തിന് ആൽഫ എന്നും കൊടുക്കാം, രണ്ടാമത്തെ ഇൻറ്റഗ്രേഷൻ സൈൻ അതിൻ്റെ കൂടെ ഉള്ള ടേംസിനെ നമുക്ക് ബീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഓർ u of x equal to -8x plus 6x square plus 20x alpha plus 12x square beta. Given equation ഇതിനെ നമുക്ക് 1 കൊടുത്തുകൊണ്ട് ഇത് 2 ആയിട്ട് എഴുതാം. where ഇനിയിപ്പോൾ ആൽഫയും ബീറ്റയും 2 എണ്ണം ഉണ്ടല്ലോ, അത് 2 എഴുതാം. where alpha equal to integral 0 to 1 t square u of t dt beta equal to അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 3 അടുത്ത നെക്സ്റ്റ് ലൈനിൽ ബീറ്റ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 t u of t dt ഇക്വേഷൻ നമ്പർ 4 എന്നാണ്. ഇനി നമുക്ക് ആൽഫ കണ്ടുപിടിക്കണം അല്ലേ? നൗ ആൽഫ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 സെയിം പ്രൊസീജിയർ പഴയത് ചെയ്ത കണക്ക് തന്നെ ഇവിടെ 2 ടേംസ് വരും, ആൽഫയും ബീറ്റയും. ആ ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ നമ്പർ 2-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടി സ്ക്വയർ യു ഓഫ് ടി ഡി ടി, യു ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ യു ഓഫ് ടി എന്ന് പറയുന്നത് -8t പ്ലസ് 6t സ്ക്വയർ പ്ലസ് 20t ആൽഫ പ്ലസ് 12t square beta into dt. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -8t⁴/4 പ്ലസ് 6t⁵/5 പ്ലസ് 20t⁴ ആൽഫ ബൈ 4 plus 12t⁵/5 beta limit from 0 to 1.
ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൽഫ ഈക്വൽ ടു 5 ആൽഫ ഈക്വൽ ടു -10 -6 പ്ലസ് 25 ആൽഫ പ്ലസ് 12 ബീറ്റ. -10 -6, അതായത് 5 ആൽഫ പ്ലസ് 25 ആൽഫ പ്ലസ് ബീറ്റ, ആ ഫോം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ബാക്കിയുള്ളതെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലും കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് 20 ആൽഫ പ്ലസ് 12 ബീറ്റ ഈക്വൽ ടു 16 or 5 alpha plus 3 beta equal to 4. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ സ്മോൾ ലെറ്റർ റോമൻ എഴുതാം. ഇതുപോണക്ക് തന്നെ നമ്മൾ ബീറ്റയും കണ്ടുപിടിക്കും. ബീറ്റ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 ടി യു ഓഫ് ടി ഡി ടി എന്ന് നമ്മൾ മേളിൽ എഴുതിയിട്ടുണ്ട്. ഇതണ്ടേ ബീറ്റ ഈക്വൽ ടു ഇത് അല്ലേ. ഇനി ഇവിടെ നമുക്ക് യു ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബീറ്റയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ബീറ്റ ഈക്വൽ ടു ഇൻറ്റു 0 to 1 ടി യു ടി ഡി ടി. ആ യു ടിക്ക് നമ്മൾ നേരത്തെ എഴുതിയ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൽഫ ബീറ്റയിൽ വരുന്ന വേറെ ഒരു ഇക്വേഷൻ കിട്ടും. Solving equation 1 and 2, we get alpha equal to 9/20, beta equal to 7/12. അത് നമ്മൾ ഇത് രണ്ടിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ നമ്മൾ ആ ആൽഫ ബീറ്റ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആൽഫ ബീറ്റ എന്ന് എഴുതിയേക്കുന്നുണ്ട് ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ 2, അപ്പോൾ അതിൽ യു ഓഫ് എക്സ് ഈക്വൽ ടു -8x -6x² പ്ലസ് 20x, ആൽഫ ഈസ് 9/20 പ്ലസ് 12x², ബീറ്റ ഈസ് 7/12. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 20യും 20യും ക്യാൻസൽ ആവും, 12ഉം 12ഉം ക്യാൻസലായി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ഇക്വേഷനകത്ത് പ്ലസ് എന്ന് ഇട്ട് പോയായിരുന്നു, അതൊന്ന് കറക്റ്റ് ചെയ്തോണം. അവിടെ മൈനസ് ആണ്, ഇവിടെ ഞാനത് തിരുത്തിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, താങ്ക് യു.